ഹായ് നമസ്കാരം, സ്വാഗതം ഏവർക്കും ഒരിക്കൽ കൂടി. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരിലേക്കും എത്തുന്നു. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നീറ്റിനെ കുറിച്ചാണ്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. നീറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് നീറ്റിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരുമില്ല. ധാരാളം ഇൻഫർമേഷൻസ് പല രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് നീറ്റ് പരീക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ട് MBBSും അതുപോലുള്ള മറ്റു കോഴ്സുകൾക്കും വേണ്ടിയിട്ട് പോകുവാനുള്ള അവസരം ഒരുങ്ങുന്നത്. ഇപ്പോൾ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് നീറ്റ് പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം, നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമാണ് NOC കിട്ടുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് വിദേശത്ത് പോയിട്ട്, അതായത് തിരിച്ച് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുവാൻ വേണ്ടി വരണമെങ്കിൽ സർക്കാരിൻ്റെ NOC ലഭിക്കണം. അതിന് നീറ്റ് ക്വാളിഫൈഡ് ആകണം. ഇന്ത്യക്കകത്താണെങ്കിൽ തീർച്ചയായിട്ടും ഏകദേശം 90,000-ന് മുകളിൽ സീറ്റുകളാണ് നീറ്റ് വഴി നമുക്ക് ലഭിക്കാവുന്നത്. നല്ല കോമ്പറ്റീഷൻ ഉള്ളത്. രാജ്യത്ത് അകത്തും പുറത്തുമായിട്ട് ധാരാളം കുട്ടികൾ വിവിധ സെൻറ്ററുകളിലായിട്ട് 1 വർഷമായും 2 വർഷമായും അതിൽ കൂടുതലായിട്ടും റിപ്പീറ്റിങ്ങും റിപ്പീറ്റിങ്ങുമായിട്ട് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കൊറോണ തുടങ്ങിയ കാലം തൊട്ട്, കോവിഡ് എന്ന മഹാമാരി നമ്മളെ പ്രഹരമേൽപ്പിച്ച് തുടങ്ങിയ കാലം തൊട്ട് എല്ലാ പരീക്ഷകളിലും എന്നതുപോലെ നീറ്റിലും ഒരു റിലാക്സേഷൻ അനുവദിച്ചിരുന്നു. നീറ്റിൻ്റെ പരീക്ഷാ ഘടനയിൽ മാറ്റങ്ങളുണ്ടായിരുന്നു. അതായത് കുട്ടികൾക്ക് പൊതുവെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നീറ്റ് പരീക്ഷ കുറച്ചുകൂടി നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആകാൻ കഴിയുന്ന രീതിയിലുള്ള ചില കൺസിഡറേഷൻസ് ഉണ്ടായിരുന്നു. അത് ആ കാലഘട്ടങ്ങളിലെ നീറ്റ് പരീക്ഷയ്ക്ക് പൊതുവെ ഉണ്ടായിരുന്നത് 200 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അതായത് സാധാരണ വരുന്നത് 45 ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടായിരുന്നു ഒരു വിഭാഗത്തിൽ നിന്ന്. 50 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ആയിരുന്നു, വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. അതുപോലെ തന്നെ സമയത്തിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കൂടുതൽ സമയം അനുവദിച്ചിരുന്നു. 20 മിനിറ്റോളം കൂടുതൽ സമയം അനുവദിച്ചു. അത് 180 മിനിറ്റ് എന്നുള്ളത് 200 മിനിറ്റായിട്ട് ഒക്കെ ലഭിച്ചിരുന്നു. ആ കാലഘട്ടങ്ങളിൽ നീറ്റ് പരീക്ഷയുടെ ഒരു രീതി അങ്ങനെയായിരുന്നു. പക്ഷേ എന്നാൽ അതിന് മാറ്റം വരുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നീറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ, NTA നടത്തുന്ന നീറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ്റെ രൂപഭാവങ്ങൾ, മാറ്റങ്ങൾ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു എന്ന് ഉള്ളതാണ് ഇപ്പോഴത്തെ വിശേഷം. ഇനിയും പലരും പല സെൻറ്ററുകളിൽ ഓൾറെഡി പരിശീലനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിനെക്കുറിച്ചുള്ള ധാരണകളുണ്ടായിരിക്കും. എന്നാൽ ഈ വർഷം ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നതും ഇതുപോലെ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ലാത്തവരുമായിട്ടുള്ള കുട്ടികൾക്കും ചെറിയ സാധാരണ 1 മാസത്തെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വിശേഷം പങ്കുവയ്ക്കുന്നത്. നീറ്റ് പരീക്ഷ വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറുകയാണ്. അതായത് ഇനിയുള്ള ഈ വർഷം 2025 മുതലുള്ള നീറ്റ് പരീക്ഷയിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് 180 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓപ്ഷൻസ് ഇല്ല. നിർബന്ധമായിട്ട് ചെയ്യേണ്ട 180 ക്വസ്റ്റ്യൻസും 180 മിനിറ്റുമാണ്. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് എന്ന രീതിയിലാണ്. അതുപോലെ കൊറോണ അല്ലെങ്കിൽ കോവിഡ് കാലഘട്ടത്തിൽ നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് പാർട്ട് A, പാർട്ട് B എന്ന രീതിയിലായിരുന്നു. പാർട്ട് Aയിൽ 35 ക്വസ്റ്റ്യൻസും പാർട്ട് Bയിൽ 15 ക്വസ്റ്റ്യൻസുമാണ്. ഈ പാർട്ട് Bയിൽ 15 ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ചെയ്യണം. 5 ഓപ്ഷൻസ് ആയിരുന്നു. പാർട്ട് Aയിൽ 35 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. ഇനി അങ്ങനെ സെക്ഷൻ തിരിച്ചിട്ടില്ല. പാർട്ട് A എന്നോ പാർട്ട് B എന്നോ അങ്ങനെ ഒരു വേർതിരിവില്ലാതെ പഴയ രൂപത്തിൽ തന്നെ 180 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ളത്. അതായത് നമുക്ക് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ട സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണല്ലോ. +1നെയും +2നെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എല്ലാ ടോപ്പിക്സും ഉണ്ടാകും. അത് പല സെൻറ്ററുകളും ഇന്ന ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നു, ഇന്ന ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നില്ല, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു സിലബസിനെ കുറിച്ചൊരു ഓവറോൾ ധാരണ ഉണ്ടായിരിക്കണം. കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ്. കാരണം ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും എപ്പോഴും. ഒരിക്കലും ടോപ്പിക്ക് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ മറ്റ് ടോപ്പിക്കുകളുമായിട്ടുള്ള ധാരണ നമുക്ക് നന്നായിട്ടുണ്ടാകണം. ആ ധാരണ ഇല്ലാതെ ഒരിക്കലും കാര്യങ്ങളെ നമുക്കൊന്ന് വിശദീകരിച്ച് അനലൈസ് ചെയ്ത് നമുക്കൊരു ആൻസറിലേക്ക് എത്താൻ കഴിയുകയില്ല. എല്ലാ ടോപ്പിക്സും 11ാം ക്ലാസ്സിൽ പഠിച്ചതും 12ാം ക്ലാസ്സിൽ പഠിച്ചതുമായിട്ടുള്ള എല്ലാ ടോപ്പിക്സിനെയും കുറിച്ച് നല്ല ധാരണ, അതായത് ക്വസ്റ്റ്യൻസ് ഏത് രൂപത്തിൽ വന്നാലും അതിനെ ആൻസർ ചെയ്യുന്നതിന് ഉള്ള പാകത അല്ലെങ്കിൽ അത്രത്തോളം പരിശീലനം നേടിയിരിക്കണം. അത് പരിശീലനം എത്ര കാലം കൊണ്ട് നേടി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെ നേടിയിരിക്കുന്നു, എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയും എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ചിലർ 6 മാസം കൊണ്ട് ചെയ്തവർ കയറി പോകുന്നുണ്ട്, 1 വർഷം ചെയ്തവർ കയറി പോകുന്നുണ്ട്. +1ൻ്റെയും +2ൻ്റെയും ഒപ്പം
കോച്ചിങ്ങിന് പോയിട്ട് ധാരാളം പേര് കയറി പോകുന്നുണ്ട്, കിട്ടാറുണ്ട്, സാധ്യമാണ് ഇതെല്ലാം തന്നെ. റിപ്പീറ്റ് എന്ന് പറയുന്ന ആ ഒരു ആവശ്യമില്ല. പിന്നെ ചിലർ +1ഉം +2ഉം എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ഭയങ്കര പേടി ഉള്ളത് കൊണ്ട്, അയ്യോ ഞാൻ എൻ്റെ സ്കൂൾ പഠനം മോശമാകുമോ എന്നൊരു പേടിയുള്ളതുകൊണ്ട് ചിലർ ഈ +1 +2വിനോടൊപ്പം അത് ചെയ്യാനുള്ള വിമുഖത കാണിക്കാറുണ്ട്. അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. നമ്മുടെ മനസ്സും നമ്മളുടെ പരിശീലനവുമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ സ്വയം തീരുമാനിക്കുകയാണ് എനിക്കിത് ചെയ്യണം, എനിക്കിത് കഴിയുമെന്ന് നമ്മൾ സ്വയം തീരുമാനിച്ച് അതിനുള്ള പ്രത്യേക ഒരു പ്ലാനിംഗ് ഒക്കെ നടത്തിയ ഒരു കോഴ്സിന് ഒരു പ്രാക്ടീസിനൊക്കെ പോയാൽ തീർച്ചയായിട്ടും കിട്ടാവുന്നതേ ഉള്ളൂ. കിട്ടാൻ പാടില്ലാത്തതൊന്നും അല്ല ഈ പറയുന്നതൊന്നും. പരീക്ഷാ ഘടനയെക്കുറിച്ചുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുമ്പോൾ സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്. ഓരോ വിഭാഗത്തിൽ നിന്ന് ഫിസിക്സിൽ നിന്ന് 45 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കെമിസ്ട്രിയിൽ നിന്ന് 45 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ബയോളജിയിൽ നിന്ന് 90 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് സുവോളജി 45, ബോട്ടണി 45 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 180 മിനിറ്റ്, ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് വീതം 180 മിനിറ്റ് ദൈർഘ്യമുള്ള, അതായത് 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പേപ്പറായിരിക്കും. ഇത്തവണയും പെൻ ആൻഡ് പേപ്പർ മോഡിൽ തന്നെയാണ് പരീക്ഷ നടത്തുന്നത്. അത് ബാക്കി എല്ലാ പരീക്ഷകളും തന്നെ കമ്പ്യൂട്ടർ ബേസിലേക്ക് ഓൺലൈൻ മോഡിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ പരീക്ഷയും പെൻ ആൻഡ് പേപ്പർ മോഡിൽ തന്നെയായിരിക്കും നടത്തുന്നത്. അപ്പോൾ ഈ 180 ക്വസ്റ്റ്യൻസും കമ്പൽസറിയാണ്. 720 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്, 4 മാർക്ക് വീതം. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് 1 മാർക്ക് ഉണ്ടാകും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ അത്രത്തോളം പരിചിതമായിരിക്കണം, അത്രത്തോളം അതിനെക്കുറിച്ച് പ്രാവീണ്യമുണ്ടായിരിക്കണം, അത്രത്തോളം ടോപ്പിക്കിനെക്കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ബോർഡ് എക്സാമിനേഷൻ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം ആൻസർ ചെയ്യുന്ന പ്രവണതയുണ്ട്, എല്ലാവരും തന്നെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അതല്ല ശരിക്കും വേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സമയബന്ധിതമായിട്ട് തീർക്കേണ്ടി വരുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട് എങ്കിൽ ആ ക്വസ്റ്റ്യനെ നമ്മളങ്ങ് വിടുക. then അങ്ങനെ നമ്മൾ ഒരു സൈക്കിൾ ചവിട്ടുന്ന മാതിരി പല റൗണ്ട്സ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. അതായത് തുടക്കത്തിൽ സാധാരണ ബോർഡ് എക്സാമിനേഷൻ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നവരുണ്ട്. 15 മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ മൊത്തം ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിന് ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നതിനുള്ള സമയമൊക്കെ നമുക്ക് സാധാരണ ബോർഡ് എക്സാമിനേഷനൊക്കെ അനുവദിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഒരു നീറ്റ് പരീക്ഷയെ പോലുള്ള ഒരു പരീക്ഷയ്ക്ക് ഒരിക്കലും, അതുപോലുള്ള പരീക്ഷകൾക്ക് അങ്ങനെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിന് ഇങ്ങനെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 180 ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെയാണ് എനിക്ക് ആദ്യം ആൻസർ ചെയ്യാവുന്നത് എന്ന് ചിന്തിക്കാനൊന്നും ഇവിടെ നമുക്ക് നേരമില്ല. കാരണം സമയം അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. അതിനുള്ള ഒരു മാർഗം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഒരു റൗണ്ട് വായിച്ചു നോക്കി, എനിക്കത് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് തോന്നുന്ന നിമിഷം തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുക എന്നുള്ളതാണ്. എവിടെയാണോ നമുക്ക് കൃത്യമായ വളരെ ക്ലാരിറ്റി ഉള്ള രീതിയിൽ നമുക്കൊരു ആൻസർ ചെയ്യാൻ പറ്റുന്നത് ആ ക്വസ്റ്റ്യൻ അപ്പം തന്നെ ആൻസർ ചെയ്യുക. അത് കറക്റ്റായിട്ട് ബബിൾസ് നമ്മൾ ഡാർക്കൻ ചെയ്യുക, കൃത്യമായിട്ട് ബബിൾസ് ഡാർക്കൻ ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. ഈ ബബിൾസ് ഡാർക്കൻ ചെയ്യുമ്പോൾ OMR പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ റീഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ, നമ്മൾ ഡാർക്കൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ധൃതി പിടിച്ച് ചെയ്യുന്നു, ചിലപ്പോൾ അത് പകുതി ഫില്ലാക്കിയിട്ടുണ്ടാകും, ചിലപ്പോൾ അത് കുറച്ചുകൂടി തന്നിരിക്കുന്ന ബബിളിൻ്റെ സൈസിനേക്കാളും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വരുത്തുന്ന ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു മിസ്റ്റേക്ക് പോലും നമ്മളുടെ റാങ്കിങ്ങിൽ ഭയങ്കര മാറ്റം വരുത്തും, നമ്മുടെ പെർസെൻറ്റൈലിൽ ഭയങ്കര വ്യത്യാസം വരും. അതനുസരിച്ച് നമ്മുടെ ചാൻസുകൾ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ഈ ബബിൾസ് ഡാർക്കൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ ചെയ്യേണ്ടതുള്ളത്. അത് കൃത്യമായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ അപ്പ് ആൻഡ് ഡൗൺ ഒന്നും നോക്കാനുള്ള നേരമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളായി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മൾ സംവദിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഈ ക്വസ്റ്റ്യൻ എനിക്ക് വളരെ കൃത്യമായി മനസ്സിലായിരിക്കുന്നു എന്ന ആ ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നു എന്നുള്ളതാണ്. എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസ് കിട്ടി, ചിലത് ഡെഫിനറ്റ്ലി റോങ് ആയിരിക്കും, അത് 100% നമുക്ക് റോങ് ആണെന്ന് മനസ്സിലായി അതിനെ എലിമിനേറ്റ് ചെയ്ത് നമ്പർ ഓഫ് ഓപ്ഷൻസ് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു കാര്യം. അപ്പോൾ ഓപ്ഷൻസിൻ്റെ എണ്ണം കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ചിന്തിച്ച് ആൻസറിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത്തവണ തൊട്ട് നീറ്റ് UG എക്സാമിനേഷൻ പഴയ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ പറയാം, 180 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 3 മണിക്കൂറാണ്. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റാണ്. അതുപോലെ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കാണ്. ശരി ഉത്തരത്തിന് 4 മാർക്കും -1 ഉണ്ടാകും, നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. അപ്പോൾ ഉത്തരങ്ങൾ തെറ്റാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി എല്ലാവരും ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങുക. ഓൺലൈനിലൊക്കെ ധാരാളം
ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, ധാരാളം ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ ദിവസവും ഈ 16 അല്ലെങ്കിൽ 18 മണിക്കൂർ സ്കൂൾ പഠനത്തിന് വേണ്ടി ചിലവഴിക്കുന്നവരൊക്കെ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയൊന്നും സമയം ചിലവഴിച്ച് പലരും ചെയ്യാറുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതിലൊരു 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറോ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ തുടങ്ങിയാൽ ഒരു പക്ഷേങ്കിൽ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ചേർന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു +2 കഴിയുന്നതിനോടൊപ്പം തന്നെ നീറ്റും ക്വാളിഫൈഡ് ആയിട്ട് ഉദ്ദേശിക്കുന്ന രീതിയിലൊരു കോഴ്സിന് ചേരാൻ കഴിയുമെന്ന് വിചാരിക്കാം. ഇത് പല ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിൽ BSc നേഴ്സിങ്ങിന് വരെ ഈ നീറ്റ് ആവശ്യമാണ്. എല്ലായിടത്തും ഇല്ല, പക്ഷേ പല സ്ഥലങ്ങളിലും BSc നേഴ്സിങ്ങിനും നീറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സെലക്ഷൻ വരുന്നത്, അഡ്മിഷൻ വരുന്നത്. പിന്നെ മിലിറ്ററി നേഴ്സിങ്ങിലും അവിടെയും നീറ്റ് ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിരുത്തുക. അതിനനുസരിച്ച് എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആവുക. പഴയ രൂപത്തിലാണ് നീറ്റ്. സോ നന്നായിട്ട് ചെയ്തോളൂ.